തോടിൽ നിന്നൊക്കെ വെള്ളം കയറി മറിഞ്ഞ് ഇതാ പാടത്താണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഒഴുക്കാണ്, വെള്ളത്തിന് ഒഴുക്ക് കുറവില്ല. ഏതായാലും എപ്പോഴാണ് ഇവിടെ എല്ലാം കൂടെ ഒന്നാവുമെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഒഴുക്ക്, നല്ല ഒഴുക്കായിട്ടാണ് വരുന്നത്. ഒക്കെ വെള്ളം കിടന്ന് കളിക്കുന്നുണ്ടാൽ തന്നെ പേടിയാവും. ഉണ്ടോ ആ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല നിറഞ്ഞിട്ടാണ് പോണത്. മൊത്തത്തിൽ നിറഞ്ഞിട്ടുള്ള പോക്കാണ് പോണത്. എന്താ പറയാ, മഴയാണ്. നല്ല മഴ നനയുന്നുണ്ട്, നല്ല വെള്ളമാണ്. അത്യാവശ്യം ഉടക്കുന്നുണ്ട്. എൻ്റെ ബാക്ക് ഭാഗത്ത് നല്ല വെള്ളം കയറിയിട്ടുള്ളത്. ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞിട്ട് മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമൊന്നും വെള്ളം നിറയാൻ ബാക്കിയില്ല, കുറഞ്ഞ സ്ഥലങ്ങളെ തന്നെ മൂടാൻ ബാക്കിയുള്ളൂ. പാടത്തുനിന്ന് ഇങ്ങോട്ട് മറിയുന്നുണ്ട്, പാടത്തൊക്കെ മറിയുന്നുണ്ട്. ആ സ്കൂളിൻ്റെ പരിസരമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അതിലൊക്കെ പോയി ആവട്ടെ. വീട്ടിലൊരു മതിലുണ്ടായതുകൊണ്ട് വെള്ളം കയറൂല. എന്താ കണ്ട ആ ഒരു തെങ്ങന്തോപ്പൊക്കെ ഫുള്ള് നിറഞ്ഞു കേട്ടോ. പാടത്തു കൂടെ ഒഴുകുന്ന വെള്ളമാണത്. ഇത്ര സ്പീഡിലാണ് പാടത്തു കൂടെ ഒഴുകുന്നത്. പിന്നെ ഇപ്പോൾ പറയാനുണ്ട്, വെള്ളം വേണ്ട. കിഴക്കൻ ഭാഗത്ത് നല്ല വരവാട്ടാണ്, വരവിനൊരു കുറവുമില്ല. ഇവിടെയൊക്കെ എപ്പോഴാണ് വെള്ളം ഫുള്ളായിട്ട് കയറി നിൽക്കുകയെന്ന് അറിയില്ല. ഇതൊക്കെ എന്താ പറയുക, പുഴ ഇതിൽ തോട്ടിൽ കാണില്ല, ഇതിലേറെ ഈ കണ്ടത്തിലേറെ മേലെയാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് തോട്. ഈ കണ്ടത്തിലേറെ മേലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, സ്കൂൾ ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. കണ്ടോ, സ്കൂളാണത്. പക്ഷേ സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. എപ്പോഴാണ് ഇനി കയറുകയെന്ന് അറിയില്ല. ക്ഷയിക്കണല്ലോ, ഞാൻ ഏരിയൊക്കെ ഇനി വല്ലാതെ ഒന്നും ഒഴിവാവില്ല. കൃഷിയൊക്കെ ഇപ്പോൾ ഏകദേശം ആയല്ലോ, ഒക്കെ വെള്ളത്തിലായി. വെള്ളം നല്ല ഒഴുക്കാണ്, വെള്ളം നല്ല ഓവറായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ട്, പാടാണത്. പാടം മൊത്തം, അതായത് തോട് കവിഞ്ഞിട്ടുള്ള വരവാണ് ഇപ്പോൾ ഈ വരുന്നത്. ഇങ്ങനെയൊക്കെ വന്നാൽ ഇതൊക്കെ കണ്ടോ, വെള്ളം പോകുന്ന പോക്കുണ്ടോ. ഇതിനൊരു ഇവിടെ ചെറിയൊരു ഓവുചാലുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ ഇത് പോകുന്നത്. പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ഭാഗമൊക്കെ മൊത്തം വെള്ളത്തിലാണ്. ഒരുവിധ ഏരിയ ഫുള്ള് ഇതേപോലെ തന്നെയാണ്. ഇനിയും മഴ കനക്കുന്ന വെള്ളം കൂടി വരും. വെള്ളത്തിന് ഒഴുകി പോകാനുള്ളൊരു സ്ഥലം ഇവിടെ എവിടെയും കാണുന്നില്ല. എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക പരമാവധി. അതിപ്പോൾ അതിൽ മാർഗമുള്ളൂ. എവിടെയും വെള്ളം നിൽക്കുന്നില്ല. വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ചെറിയ മക്കളും ജന്തുക്കളൊക്കെ നോക്കേണ്ടി വരുന്നത്. ചെറിയൊരു കളിച്ചോടാണ്. ഇതൊക്കെ വരുമ്പോൾ എൻ്റെ കോഴിക്ക് കണ്ടില്ല. എന്താ ഈ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലോ അവിടെ നമ്മുടെ കൃഷിയുണ്ട്, കൃഷിയൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഈ ഒരു ഏരിയ മാത്രമല്ല, ഞാൻ അങ്ങോട്ട് പോയാൽ ഈ ഒരു ഏരിയയിലൊക്കെ അതേപോലെ തന്നെയാണ്. ഫുള്ള് കൃഷിയൊക്കെ വെള്ളത്തിലാണ്. കുറഞ്ഞൊരു ഭാഗം വെള്ളം കയറാൻ ബാക്കിയുള്ളൂ.